ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫീച്ചർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ചില സമയം സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം തന്നെ ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യും. ചില വ്യക്തികളെ കാണിച്ചിട്ട് പറയും, ഡിഡിനോ നിനക്ക് ഇയാളെ അറിയാവോ, അറിയാമെങ്കിൽ നീ ഫ്രണ്ടാക്കിയോ, ഫോളോ ചെയ്തേക്ക്. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ മനുഷ്യരെ കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കണ്ട വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ചേർന്ന മനുഷ്യരായിരിക്കാം, ചിലപ്പോൾ നമ്മളെ വല്ലപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന മനുഷ്യരായിരിക്കാം. ഈ മനുഷ്യരെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തിരഞ്ഞു പിടിക്കും. എന്നിട്ട് നമുക്ക് കാണിച്ചു തരും, നിനക്ക് ഇയാൾ അറിയോ, നീ ഫോളോ ചെയ്തേക്ക്, ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്യും. ഒത്തിരി നല്ല ഫീച്ചറാണത്. നമ്മുടെ കോണ്ടാക്ട്സ് കുറച്ചും കൂടി വലുതാക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ഒത്തിരി റിജിഡ് ആകുന്നുണ്ടോ എന്ന് തോന്നിപ്പോകാറുണ്ട്. നമ്മുടെ വീടിന് ഒരു 4 ചുവരുള്ളതുപോലെ നമ്മളിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുമ്പോൾ അങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടവരല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നൊരു ഫീച്ചറാണിത്. എൻ്റെ കോണ്ടാക്ട്സ് വലുതാണ്, നിനക്ക് ഇവരെയൊക്കെ അറിയോ, നീ ഫോളോ ചെയ്യ്, അവരെയും കൂടെ നിൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലാക്കുക. നീ എന്തിനാ നിന്നെ ഇഷ്ടപ്പെടുന്നവരെ മാത്രം നീ ഇഷ്ടപ്പെടുന്നത്, നിന്നെ ഫോളോ ചെയ്യുന്നവരെ മാത്രം നീ ഫോളോ ചെയ്യുന്നത്. നമ്മളൊക്കെ ഒരു സർക്കിൾ വരച്ച് അതിനകത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളുടെ മൈൻഡ് സെറ്റിനുള്ളവർ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടുന്നവർ, നമ്മളെ കേൾക്കുന്നവർ, ഇങ്ങനെ നമ്മളുടെ തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രം ഒരു സർക്കിൾ വരച്ച് അതിനകത്ത് പറ്റുന്നവരെ മാത്രം എൻട്രി ചെയ്യിപ്പിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇന്നത്തെ ഗോസ്പൽ യേശു പറയുന്നത്, നിങ്ങളങ്ങനെ ആകരുത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അവരെയും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ കൊണ്ടുപോകാം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ ചുങ്കക്കാർ പോലും അത് ചെയ്യുന്നില്ലേ? നിങ്ങൾ അഭിവാദനം ചെയ്യുന്നവരെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്താൽ വിജാതിയിൽ പോലും അത് ചെയ്യുന്നില്ലേ? അപ്പനെ പോലെയാകുക. സ്വർഗത്തിലെ അപ്പനുണ്ടല്ലോ, ഹീസ് പെർഫെക്റ്റ്. അയാളെപ്പോലെ പെർഫെക്റ്റ് ആകുക. ആ അപ്പൻ്റെ പ്രത്യേകത എല്ലാവർക്കും ഇടം കൊടുത്തു എന്നുള്ളതാണ്, ആരെയും മാറ്റി നിർത്തില്ല എന്നുള്ളതാണ്. അപ്പനെ പോലെയാകുക. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് നോക്കണം. കുറേ അധികം മനുഷ്യർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ പേർക്ക് ഇപ്പോഴും ബ്ലോക്ക് ലിസ്റ്റിലാണ്. നമുക്കിഷ്ടപ്പെടാത്തവരെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ കോണ്ടാക്ട്സ് ഡിലീറ്റ് ചെയ്ത് കളയും. ചിലരെ കണ്ട മുഖം പോലും നമ്മൾ കൊടുക്കില്ല. ക്രിസ്തു നമ്മളെ ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ, നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ, അവരെ ഇവിടെ ചേർത്ത് പിടിക്കുക. നിങ്ങളെ ഫ്രണ്ട് സർക്കിളിൽ കൊണ്ടുപോകാം. കുറച്ചും കൂടി നിങ്ങളുടെ ഹൃദയം വിശാലാകട്ടെ, നിങ്ങളുടെ കരങ്ങൾ വലുതാകട്ടെ. ആ കരങ്ങളുടെ ഉള്ളിൽ കുറേ മനുഷ്യരും കൂടി കയറട്ടെ. നിങ്ങളുടെ സ്നേഹം വലുതാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.